ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: നീറ്റ് റദ്ദാക്കില്ല, പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്രം. വായന അനാചാരങ്ങളെ ചെറുക്കാനുള്ള ആയുധം. കെജ്രിവാളിന് ജാമ്യം. ഭൗമശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ സിദ്ധാർത്ഥ്. ശക്തമായ മഴയ്ക്ക് സാധ്യത. NTA ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രം. നീറ്റ് റദ്ദാക്കില്ല. നെല്ല് താങ്ങുവില 117 രൂപ കൂട്ടി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. നീറ്റ് റദ്ദാക്കില്ല, പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്രം. NDAയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി. നീറ്റ് പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് നെറ്റ് വിവാദത്തിനിടെ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന. NDAയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും ബീഹാർ സർക്കാർ ചില വിവരങ്ങൾ നൽകിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ബീഹാർ പോലീസ് ചില ക്രമക്കേടുകൾ അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർ എത്ര ഉന്നതരായാലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകി. ചില വിഷയങ്ങളിൽ മാത്രമാണ് ഇതുവരെ പോലീസ് സൂചന നൽകിയിരിക്കുന്നത്. കള്ളപ്രചാരണവും രാഷ്ട്രീയവും ഒഴിവാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ വന്നതായി വിവരം കിട്ടിയിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. വായന അനാചാരങ്ങളെ ചെറുക്കാനുള്ള ആയുധം. വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വൻതോതിൽ നടക്കുന്നത് തിരിച്ചറിയണമെന്നും അവയെ ചെറുക്കാൻ കഴിയുന്ന മൂർച്ചയേറിയ ആയുധമാണ് വായനയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോസഫ് സ്കൂളിൽ സംഘടിപ്പിച്ച ദേശീയ വായനാ ദിന മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലത്തിനനുസരിച്ച് വായനയും പരിഷ്കരിക്കണം. പുസ്തകം കൊണ്ടുപോയാൽ മാത്രമേ വായന നടക്കൂവെന്ന കാലം മാറി. വായിക്കണമെന്ന് തോന്നുമ്പോൾ പുസ്തകം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇന്നുണ്ട്. വായിച്ചു കേൾപ്പിക്കുന്ന സംവിധാനവുമുണ്ട്. പൊതുജനങ്ങൾക്ക് ഒത്തുചേരാനും അവരുടെ വൈജ്ഞാനിക മണ്ഡലത്തെ വികസിപ്പിക്കാനും കഴിയുന്ന ഇടങ്ങളായി ഗ്രന്ഥശാലകൾ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെജ്രിവാളിന് ജാമ്യം. 2021-22 ഡൽഹി സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി റോസ് അവന്യൂ കോടതി ജഡ്ജ് ന്യായ് ബിന്ദു ജാമ്യം അനുവദിച്ചു. കെജ്രിവാളിന്റെയും EDയുടെയും 2 ദിവസത്തെ വാദം കേട്ട ശേഷമാണ് വിചാരണ കോടതിയുടെ ഉത്തരവ്. ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് 48 മണിക്കൂർ നേരത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ആവശ്യം കോടതി തള്ളി. ഉത്തരവിന് ഒരു സ്റ്റേയുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കെജ്രിവാളിനെതിരെ EDയുടെ പക്കൽ തെളിവുകളില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചപ്പോൾ ഞങ്ങളുടെ പക്കൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വ്യക്തമാക്കി. ഭൗമശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ സിദ്ധാർത്ഥ്. അന്താരാഷ്ട്ര എർത്ത് സയൻസ് ഒളിമ്പ്യാഡിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് 16-കാരൻ സിദ്ധാർത്ഥ് കുമാർ ഗോപാൽ. ഇന്ത്യയിൽ നിന്ന് 4 കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരത്തിലെ ഏക ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥിയാണ് മലയാളിയായ സിദ്ധാർത്ഥ്. ചൈനയിൽ നടക്കുന്ന മത്സരത്തിൽ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ അംബാസഡറായാണ് സിദ്ധാർത്ഥും ഒപ്പമുള്ളവരും പങ്കെടുക്കുന്നത്. 50 രാജ്യങ്ങളിൽ നിന്നായി 200-ലേറെ കുട്ടികൾ പങ്കെടുക്കും. ജനുവരിയിലായിരുന്നു ഒളിമ്പ്യാഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 13,000 വിദ്യാർത്ഥികൾക്ക് ഭൗമശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് നടത്തി. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 വിദ്യാർത്ഥികൾക്കായി ഷിംലോങ്ങിൽ വെച്ച് 3ാമത്തെ പരിശീലനവും മത്സരങ്ങളും നടത്തി. ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണെന്നും ഇതിന്റെ സ്വാധീനഫലമായാണ് മഴ കനക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തി. കർണാടക തീരം മുതൽ കേരള തീരം വരെയായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാതയുടെ സ്വാധീനവും മഴയ്ക്ക് കാരണമാണ്.
വെള്ളിയാഴ്ച മുതൽ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. NTA ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രം, നീറ്റ് റദ്ദാക്കില്ല. കോഴയിലും ചോദ്യപേപ്പർ ചോർച്ചയിലും മുങ്ങിയ നീറ്റ് UG റിസൾട്ട് റദ്ദാക്കില്ലെന്ന് കേന്ദ്രം. കഠിനാധ്വാനം ചെയ്ത് ഉന്നത റാങ്ക് നേടിയവരെ മാനിച്ചാണിത്. ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിൽ സുതാര്യത ഉറപ്പാക്കും. നീറ്റ് വിവാദത്തിനു പിറകെ ക്രമക്കേടിന്റെ പേരിൽ UGC നെറ്റും റദ്ദാക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താ സമ്മേളനം വിളിക്കുകയായിരുന്നു. നെറ്റും നീറ്റും വ്യത്യസ്തമാണെന്ന് മന്ത്രി വിശദീകരിച്ചു. നീറ്റ് എഴുതിയ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുക്കണം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചില മേഖലകളിൽ തെറ്റ് സംഭവിച്ചു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. കുറ്റക്കാർ ഏത് ഉന്നതരായാലും വിടില്ല. NTA-യുടെ ഘടന, പ്രവർത്തനം, പരീക്ഷാ നടത്തിപ്പ് എന്നിവ മെച്ചപ്പെടുത്തും. ഡേറ്റ സുരക്ഷ ഉറപ്പാക്കും. നെല്ല് താങ്ങുവില 117 രൂപ കൂട്ടി. 2024-25 സീസണിലെ 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. സാധാരണ ഗ്രേഡ് നെല്ലിന്റെ തറവില ക്വിൻ്റലിന് 117 രൂപ ഉയർത്തി 2300 രൂപയാക്കി. A ഗ്രേഡിന് 2320 രൂപയായി. കിലോയ്ക്ക് 1.17 രൂപയുടെ വർധന. 1 കിലോയ്ക്ക് യഥാക്രമം 23, 23.20 രൂപയാണ് കേന്ദ്രത്തിന്റെ താങ്ങുവില. 2018 ബജറ്റിൽ താങ്ങുവില ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെന്നും ശാസ്ത്രീയമായി ചെലവ് കണക്കാക്കിയാണ് താങ്ങുവില ഏർപ്പെടുത്തിയതെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയെങ്കിലും താങ്ങുവില വേണമെന്ന നയപരമായ തീരുമാനം വർധനയിൽ പാലിച്ചിട്ടുണ്ട്. നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കൽ 53.4 ദശലക്ഷം ടൺ അരിയുടെ സ്റ്റോക്കുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. നീറ്റ് റദ്ദാക്കില്ല, പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്രം. വായന അനാചാരങ്ങളെ ചെറുക്കാനുള്ള ആയുധം. കെജ്രിവാളിന് ജാമ്യം. ഭൗമശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ സിദ്ധാർത്ഥ്. ശക്തമായ മഴയ്ക്ക് സാധ്യത. NTA ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രം, നീറ്റ് റദ്ദാക്കില്ല. നെല്ല് താങ്ങുവില 117 രൂപ കൂട്ടി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യവും അതിന്റെ ഉത്തരവും ഇതാ. രാംകോ ആനന്ദിയുടെ രചയിതാവ് അഖിൽ ധർമ്മജൻ. വിജയ് മനു മനോജ്, 8ാം ക്ലാസ് E ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി റേഡിയോ കവിതാ പങ്കിൽ ഇന്ന് ഒരു പാട്ട് പിന്നെയും എന്ന കവിത കേൾക്കാം. അവതരണം ദിയാദീപൻ. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴ തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി.
കൊത്തിപ്പിരിഞ്ഞു പോയി മേച്ചൂടിൽ അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. നനയാതുരന്തിയെ കണ്ണാലിഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടു പിന്നെയും പതുക്കെ മൂളുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ. കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദ തേനുണ്ട്, കനിവെഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ, ഒരു പാട്ടു പിന്നെയും പാടവേ, തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു പോകെ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആവിരി വാരമുള്ള പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.